ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞാറ്റയുടെ ഈവനിങ് സെലിബ്രേഷനാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കണേ. ഒരു വൈകുന്നേരം ടൈമിൽ നമ്മൾ കേക്ക് വാങ്ങാനും അതുപോലെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സനുവിൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അനികക്കുട്ടി നികുതിയും. അവർക്ക് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ദേ പോകുന്ന വഴിക്ക് അവർ രണ്ട് പേർക്കും വീട്ടിൽ കയറി മിഠായിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. പിന്നെ അതാ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തു. അതിനുശേഷം ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് അപ്പോൾ ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇറങ്ങിയതല്ല അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ത്രെഡ് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പോയി. കിട്ടിയ ഗ്യാപ്പിൽ വേഗം മുതലാക്കുക പറഞ്ഞ അവസ്ഥയാണ്. ഫുഡ് ഓർഡർ ചെയ്യണ ആ ഗ്യാപ്പും കേക്കൊക്കെ അവർ സെറ്റാക്കണ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ത്രെഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസായിട്ടാണ് കേട്ടോ ത്രെഡ് ചെയ്യാറില്ല. ഇപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചെറുതൂർത്തി കലച്ചേച്ചിയുടെ കടയിലേക്കാണ് കേട്ടോ അധികം ത്രെഡ് ചെയ്യാൻ പോകാറുള്ളത്. പിന്നെ ഇതാ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഓർഡർ ചെയ്തിട്ട് പോയിട്ടുണ്ടെന്ന്. അവരതിൽ പേരൊക്കെ സെറ്റാക്കി കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും വലിയ രീതിയിലുള്ള സെലിബ്രേഷനൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞൊരു പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ രണ്ട് വീട്ടുകാരും ഫ്രണ്ട്സും മാത്രം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ ഒരു 5 ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഫുള്ള് റോസ് കളറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുന്ന് വീർപ്പിക്കുമ്പോൾ ഉണ്ടാവും വീർപ്പിക്കാൻ കൂട്ടുന്ന കുറേയൊക്കെ സനു പൊട്ടിച്ചു. ഇനിയിപ്പോൾ ആകെ ഒരു 4 എണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ കുറേ ബലൂൺ ഉണ്ടായിരുന്നു. അച്ഛൻ തലേ ദിവസം കുറച്ച് ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീർപ്പിച്ചിട്ടത് ഏത് വഴിക്ക് പോയി എന്ന് എനിക്കറിയില്ല. ഇവർ ഓരോന്ന് കളിക്കടുക്കുക അത് ഫുള്ള് പൊട്ടിക്കൽ തന്നെയായിരുന്നു കേട്ടോ. ആ ബലൂൺ കൊടുത്തപ്പോൾ രണ്ട് പേരും കൂടിയിട്ട് കളിക്കൽ തന്നെയായിരുന്നു. പിന്നെ അതാ ഞാൻ കുഞ്ഞാറ്റയ്ക്ക് എടുത്തിട്ട് ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സനുവിന് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ജീൻസ് നമ്മൾ ഓണത്തിന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഇവരുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കുഞ്ഞാറ്റയുടെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പം ശരിക്കും നല്ല കംഫർട്ടബിൾ ആണ്. ഇനി ചിലപ്പോൾ അവൾക്ക് നല്ല ടൈറ്റ് ആയിരിക്കാം. ഇപ്പം കറക്റ്റാണ് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ അവൾക്ക് ഇടാൻ പറ്റില്ല. ഇപ്പം സെറ്റാണ്. പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ എന്തായാലും അന്തം പിടിച്ച്. സത്യം പറഞ്ഞൊരു 150 രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇത് ഞാൻ സേവ് ടൗണിൽ നിന്ന് തന്നെ എടുത്തതാണ്. അതായത് അതിൻ്റെ കറക്റ്റ് വില 300 വരുന്നുണ്ട്. അതിൻ്റെ പകുതി വിലയ്ക്കാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ എപ്പോഴും അവിടെ പോയിട്ട് വില കുറവിന് എടുക്കുന്നത്. അവർ വില കുറച്ച് കൊടുക്കുകയാണ്, അല്ലാണ്ട് ഇങ്ങനെ ചീപ്പ് റേറ്റിന് പഴയ തുണികൾ അങ്ങനെ ഒന്നും അല്ലാണ്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. നല്ല ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു ക്ലോത്ത്, ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. അവൾക്കത് ഇട്ട് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നെറ്റിൻ്റെ ഉടുപ്പൊക്കെ ഇടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റിക്ക് പിടിച്ചതാണ്. മിഡി ഉടുപ്പൊക്കെ എടുക്കാനായിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്കിഷ്ടമായിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ സനുവിന് പിന്നെ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അവൾക്ക് ഞങ്ങൾക്കൊക്കെ എടുക്കുമ്പോൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സനുവിന് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് എടുത്ത ടോപ്പാണ്. ഈ ടോപ്പ് എങ്ങനെയുണ്ടെന്ന് പറയും. നമ്മൾ ഈ 3 ഡ്രസ്സും എടുത്തിട്ട് 500 രൂപയുടെ ഉള്ളിലായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് മാത്രമായിട്ട് ഞാൻ 500 രൂപയുടെ ഉള്ളിൽ ഡ്രസ്സ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ റേറ്റിനെ കിട്ടി ആരോ വേണ്ടാന്ന് വെക്കുക. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനും ടോപ്പ് എടുത്തിട്ടുണ്ട്. എൻ്റെ ടോപ്പ് സൂപ്പറാണ് കേട്ടോ. ഇതാ പിന്നെ ഒരു 6:30-7 മണി ടൈം ആകുമ്പോഴേക്കും അച്ഛനും അമ്മയും അനിയനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ചേച്ചി മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചിയുടെ മോളേനെ പഠിപ്പിക്കാനായിട്ട് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ അരുണേട്ടൻ പൊള്ളാച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേയും ആഘോഷിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നും കൂടി അങ്ങനെ ലീവ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ ചേച്ചിയുടെ മോളുടെ കൂടെ ബാംഗ്ലൂർക്കും പോവാമല്ലോ. അപ്പോൾ ഏട്ടനും ചേച്ചി എല്ലാവരും കൂടിയിട്ട് ഇന്ന് ബർത്ത്ഡേയുടെ അന്ന് രാവിലെ കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ 2 പിള്ളേരെയും വെച്ചിട്ട് ഞാൻ പോയ എന്താവും അവസ്ഥ. അവർ തന്നെ ആകെ ടയേർഡായിട്ടായിരുന്നു കേട്ടോ. ഈ 2 ദിവസം ഫുള്ള് ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് ആകെ ടയേർഡായിട്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ അഖിലി ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിയൊക്കെ എത്തി. ഇവരും കൂടി വന്നപ്പോൾ ഫുള്ള് കളറായിരുന്നു കേട്ടോ. ഞാനാണെന്ന് ഇവർ വരുന്നത് വരെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അഖില എന്തോ ഗിഫ്റ്റ് വാങ്ങാനൊക്കെ ചെറുതുരുത്തിക്ക് പോയതായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ കണ്ട എന്താ പറയാനുള്ളത്, ഞങ്ങളുടെ റീൽസിൻ്റെയും വീഡിയോസിൻ്റെയൊക്കെ കാര്യമില്ല. അപ്പോൾ അത് അവർ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. ഇന്ന് ഇതേ ഇപ്പോൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആകെ ടയേർഡായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കളിയൊക്കെയായിരുന്നു അതിൻ്റെ. ടയേർഡായിരുന്നാലും മേക്കപ്പിനൊന്നും ഒരു കുറവില്ല. മുഖത്ത് ഫുള്ള് പുട്ടി അടിച്ചിട്ടായിരുന്നല്ലോ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. സമ്മാനം
മുറിച്ചോട്ടെ. ആ പാട് പാട്. ഉണ്ണിക്ക് കൊടുക്ക്. കൊടുക്ക് കൊടുക്ക്. കൊടുക്ക്. അതിനെല്ലാരും കൊടുക്കും. പാത്രം എടുത്ത് നമുക്ക് മുറിക്കാം. ആകെ ഫുള്ള് കലപിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പകുതി വോയിസൊക്കെ ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. ഇതാ കേക്കൊക്കെ മുറിച്ച്. കേക്ക് നമ്മുടെ കുഞ്ഞാറ്റല്ല കേട്ടോ കട്ട് ചെയ്തത്, സനുവാണ്. സനുവിനെ കേക്ക് കണ്ട ഏട്ടൻ പറഞ്ഞ പോലെ ഒരു ഹരം തന്നെയാണ്. ആര് എന്ന് കേക്ക് വാങ്ങിയാലും അന്നൊക്കെ നമ്മുടെ സനുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനും കഴിക്കാനാണിച്ചാലും. അപ്പോൾ അതാ പിന്നെ അത് എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് ഒക്കെ കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ ആമിക്കുട്ടി ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബമ്മക്കുട്ടിയായിരുന്നു കേട്ടോ. കേക്ക് മുറിക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തൊരു ഫുഡ് അടിയല്ലേ. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുട്ടിപ്പട്ടാളത്തിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആമക്കുട്ടിക്ക് ഇതേ കുറച്ച് ചോറും സാലഡും മാത്രം കൂട്ടിയിട്ടാണ് കൊടുക്കണത്. അത് പകുതിയൊക്കെ നിലത്താണ് കളയണത്. വായലേക്ക് എത്തുന്നൊന്നുമില്ല. എന്നാലും ഒരു 2 വറ്റ് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ റിസ്ക് എടുത്ത് അതിനും ഇന്ത്യനൊക്കെ നടന്നിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ അതേ എന്നത്തെയും പോലെ എൻ്റെ തള്ളിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബിരിയാണി സൂപ്പറായിട്ടുണ്ട്, ചേച്ചി വെച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ വെച്ചതാണ്, രാവിലെ മുതൽ ഇത് ഉണ്ടാക്കലായിരുന്നു പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അരിനേട്ടനുള്ള സത്യാവസ്ഥ പറഞ്ഞു, ഞാൻ വെച്ചതല്ല, ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവൾ ഫുള്ള് ചേച്ചി കള്ളത്തിനോടെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്താണല്ലേ ഏട്ടൻ കാരണം ഒരു കള്ളം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഫുള്ള് അതായിരുന്നു കേട്ടോ ചർച്ച ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ശരിക്കും ചേച്ചി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതാ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ലൈവിൽ കയറിയതാണ്. അതും നമ്മുടെ കൂടെ ഇവരും ഉണ്ടായിരുന്നു. ഇവർക്ക് ചോദിച്ചിട്ടാണ് കേട്ടോ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ചെയ്യാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലൈവിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. ആദ്യമായിട്ട് കയറിച്ചാലും അത്യാവശ്യം ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഒരു ലൈവിൽ നമ്മൾ അവർക്ക് മറുപടി കൊടുക്കാനും ഒരു ടൈം പോകുന്നതേ അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടന്നു. ചെറിയ രീതിയിലാണെച്ചാലും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിച്ചത്. ഒത്തിരി നേരം ഇരുന്ന് ഒരുപാട് നേരം സംസാരത്തിന് ശേഷം ഒരു 10:30 ടൈമിലൊക്കെ ആയിട്ട് ഇവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കുറേ കോമഡി പറയൽ തമാശകളും എല്ലാം കൂടിയിട്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ അതാ നമ്മുടെ അഖില വരുമ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. ഒരു ചെറിയൊരു ബൊമ്മക്കുട്ടിയായിരുന്നു കേട്ടോ, ടെഡി ബിയർ. ആ തന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് സനു അതൊക്കെ പിച്ച് കീറി എന്താണെന്ന് നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ആരും തന്നെ മനസ്സിലായി ടെഡി ബിയറാണ്. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ടെഡി ബിയർ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇതും കൂടി. ഇന്നത്തെ ഈ ഒരു പരിപാടി ചെറിയ രീതിയിലാണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റയുടെ 2ാം പിറന്നാളും കഴിഞ്ഞു. അടുത്ത വർഷം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ. അപ്പോൾ അതാ രാവിലെ വരുമ്പോൾ ഏട്ടനൊരു കീ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എസ് എന്ന് എഴുതിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.